ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഇടവചനങ്ങളെ, നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ ദൈവവചന ധ്യാനത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആമുഖമായി ഇന്നത്തെ ദിവസം സഭ ഭൂഭവനദാന പ്രസ്ഥാനം എന്ന് പറയുന്ന മൂവ്മെൻറ്റ്, ഭൂഭവനദാന മൂവ്മെൻറ്റ്, അതിനുവേണ്ടിയാണ് ഇന്നത്തെ സ്തോത്ര കാഴ്ചകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും മെട്രോപൊളിറ്റൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഹെഡിൽ നമ്മൾ സ്തോത്ര കാഴ്ചകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഇന്ന് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്ന ഒന്നാണ് മെട്രോപൊളിറ്റൻ ഫണ്ട്, ഭൂഭവനദാന പ്രസ്ഥാനം. സോ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1968 as the vision of Dr. Yohanan Marthoma Metropolitan, with the aim of constructing house for suffering without a habitable house. വാസയോഗ്യമായ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്രകാരമുള്ള ഒരു ഭവനം അവർക്കുണ്ടാകണമെന്നുള്ള ദീർഘവീക്ഷണത്തോടെ അന്നത്തെ മെത്രാപ്പൊലീത്തയായിരുന്ന യോഹാനോൻ മാർത്തോമ മെത്രാപ്പൊലീത്ത ആരംഭിച്ച പ്രസ്ഥാനമാണ് ഭൂഭവനദാന പ്രസ്ഥാനം 1968. Till now 8,862 houses have been built and handed over to people irrespective of their caste and creed. ജാതി മത വേലിക്കെട്ടുകൾക്കപ്പുറത്ത് വിവിധ ഇടങ്ങളിൽ പാർക്കുന്ന ജനങ്ങൾക്ക് ഇതിനോടകം 8,862 വീടുകൾ സഭയായിട്ട് നിർമ്മിച്ചു നൽകി. ഏകദേശം 10-57 വർഷങ്ങൾക്കുള്ളിൽ 8,862 വീടുകൾ നിർമ്മിച്ചു നൽകി. നോട്ട് ഓൺലി ഇൻ കേരള ബട്ട് ഓൾസോ ദ പീപ്പിൾ ദോസ് ഹു ആർ റിസൈഡിങ് outside Kerala, in India, different places. And for some people we donated land also. Along with that home we donated land for the construction of that particular home. Recently our metropolitan, when he had visited here, I reminded you about the relevance of that particular project. Our metropolitan Dr. Theodosius Marthoma Metropolitan celebrated his 50th ordination. When he celebrated his 50th ordination, then started a project. That's name is Abhayam project. സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ മെത്രാപ്പൊലീത്ത ആരംഭിച്ച പ്രൊജക്റ്റാണ് അഭയം പ്രൊജക്റ്റ്. Initially they planned to construct 75 houses. But due to the request of many people, they decided to construct 150 houses. Now 102 houses completed and handed over to the needy, and 48 houses and its construction are going on now. ഒരു വീടിന് 7.5 lakh ചെലവ്. ഞാൻ എന്തിനത് പ്രാരംഭമായിട്ട് ഓർമ്മിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തു, യേശു ക്രിസ്തു എന്നുള്ളതാണ്. ജീസസ് ക്രൈസ്റ്റ് ഹു റെസ്റ്റോഴ്സ് ടു ദ റൈറ്റ്ഫുൾ പ്ലേസ്. യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തു എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സഭയിലൂടെ വാസയോഗ്യമല്ലാത്ത ഭവനമുള്ള എത്രയോ പേർക്ക് 8,862 8,862. ഇറ്റ് ഈസ് നോട്ട് എ ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് നമ്പർ, ഗുഡ് നമ്പർ.
ഇത്രയും പേർക്ക് സഭയിലൂടെ വീട് ലഭ്യമായി എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്. യഥാസ്ഥാനപ്പെടുന്നവനാണ് ക്രിസ്തു. സഭയിലൂടെ കർത്താവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മെത്രാപ്പൊലീത്തയുടെ പ്രത്യേകിച്ച് ഈ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച്, ഓർഡിനേഷൻ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ഈ ഹോമിൽ ഈ വിവിധ വീടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഇടവകയായിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, നമുക്ക് അല്ലെങ്കിൽ അതിൽ പങ്കുചേർന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇടവകയായിട്ട് ഒരു വർഷത്തിൽ ഒരാൾക്ക്, ഭവനരഹിതരായിട്ടുള്ള ഒരാൾക്ക് ഒരു വീട് പണിത് കൊടുക്കാനായിട്ട് സാധ്യമല്ലേ? അത് ഇടവകയുടെ ഒരു പ്രൊജക്റ്റായിട്ട് ആരംഭിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ അപ്രകാരം വർഷത്തിൽ ഒരു വീടെങ്കിലും എല്ലാവരും കൂടി സഹകരിച്ച് ഒരു ഭവനരഹിതരായിട്ടുള്ള ഒരാൾക്ക് ഒരു വാസയോഗ്യമായ ഭവനം നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചാൽ അത് നമുക്ക് വളരെ അനുഗ്രഹകരമായിരിക്കും. നമ്മൾ സാക്ഷ്യത്തോടുകൂടി നമുക്ക് പ്രവർത്തിപ്പാനായിട്ടൊക്കെ ദൈവം തരുന്ന ഒരു വലിയ മുഖാന്തരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 1 through 14. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം. തേർഡ് ടൈം ജീസസ് അപ്പിയേഴ്സ് ടു ഹിസ് ഡിസൈപ്പിൾസ്. മൂന്നാമത്തെ പ്രാവശ്യം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ഭാഗമാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്ന ഈ വേദഭാഗത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ വേദഭാഗത്ത് നിന്നും എൻ്റെ പ്രസംഗത്തെ 2 വിഭാഗമായിട്ട് തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഫെയിലർ, പരാജയം. പരാജയത്തെക്കുറിച്ച് ഞാൻ പറയാം, അവർക്ക് സംഭവിച്ച പരാജയങ്ങളെക്കുറിച്ച്. രണ്ടാമത്തെ ഭാഗം റെസ്റ്റോറേഷൻ, അവരെ പുനഃസ്ഥാപിക്കുന്നതായ ക്രിസ്തു. പരാജയം സംഭവിക്കുന്നു, പിന്നീട് രണ്ടാമത്തെ ഭാഗം അവരെ പുനഃസ്ഥാപിക്കുന്ന കർത്താവിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത് ഫെയിലിയർ, പരാജയം. എന്താണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം? അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഹാപ്പൻഡ് ഇൻ ദെയർ ലൈഫ്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. They thought that Jesus is a wonder worker and he could have saved himself from the cross. കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിച്ചിട്ട് ക്രൂശിൽ നിന്ന് അവൻ സ്വന്തമായിട്ടൊക്കെ രക്ഷപ്പെട്ടോളൂ എന്ന് കരുതി അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് സംഭവിക്കുകയാണ്. ബിയോണ്ട് ദെയർ എക്സ്പെക്റ്റേഷൻസ്. So many things happened beyond their expectation. Unexpected things happened. അവരുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് 7 പേര് ഒരു കമ്മിറ്റിയായിട്ട് കൂടി തിബരിയാസിൻ്റെ തീരത്തൊരു മീറ്റിംഗ് കൂടുകയാണ്. എന്താണ് ഞങ്ങളുടെ പ്ലാൻ? അപ്പോൾ അവർ തീരുമാനിച്ചു പഴയ പണിക്ക് പോവുക എന്നുള്ളത്, റിട്ടേൺ ടു ഫിഷിംഗ്. ആക്ച്വലി ഇറ്റ് വാസ് എ സിംബൽ ഓഫ് റിവേർട്ടിംഗ് ടു ദെയർ ഫോമർ ലൈഫ്. പഴയ ജീവിതത്തിൽ നിന്ന് കർത്താവ് അവരെ മനുഷ്യരെ പിടിക്കാനായിട്ട് നിയോഗിച്ചെങ്കിലും ദേ ടോട്ടലി forgot his commission and they were get ready to go back for their older job, older vocation. അവരുടെ പഴയ തൊഴിൽ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കാരണം അമ്പേ പരാജയപ്പെട്ടതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. എന്നാൽ മീൻ പിടിക്കാനായിട്ട് പോയപ്പോഴോ they caught nothing. It was a favorable time though they caught nothing. ഒന്നും പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കാത്ത ഒരനുഭവം. ശിഷ്യന്മാർക്ക് ജീവിതത്തിൽ പരാജയങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്നിനു പുറകെ ഒന്നായി പ്രതീക്ഷിക്കാത്തത് നടക്കുന്നു, പരാജയങ്ങൾ സംഭവിക്കുന്നു. അവരുടെ കൂട്ടത്തിലെ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണല്ലോ പത്രോസിൻ്റെ ജീവിതത്തിൽ രാത്രികളിൽ പരാജയം സംഭവിക്കുന്നത് ഒരു സ്ഥിരം അനുഭവമായിട്ട് മാറിയ അനുഭവം നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ അറിയാം. അടുപ്പിച്ചടുപ്പിച്ചുള്ള ചില ജീവിത അനുഭവങ്ങൾ അത് വിളിച്ചു തോന്നുന്നു. ഗത്സമനയിൽ കർത്താവിനോടൊത്ത് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോയപ്പോൾ
Jesus Christ told to them, Peter and sons of Zebedee, stay here and keep watch with me at Gethsemane. എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പത്രോസിനോട് പറഞ്ഞു, ആ സെബദി മക്കളോടും പറഞ്ഞു. പക്ഷേ കർത്താവ് വന്നപ്പോൾ അവർ ഉറങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഉണർന്നിരിക്കാൻ പറഞ്ഞിട്ടും ഉറങ്ങിപ്പോയ ഒരു രാത്രി പത്രോസിൻ്റെ മുമ്പിലുണ്ട്. പരാജയം. പിന്നീട് പറഞ്ഞു, വീരവാദം മുഴക്കിയിട്ടും ആ വീരവാദത്തിൽ ഉറച്ചു നിൽക്കാതെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ മറ്റൊരു രാത്രിയുണ്ട്. I don't know him. 3 times he rejected Jesus Christ, his friend, his teacher. He totally neglected Jesus Christ at that particular night. കർത്താവിനെ തള്ളിപ്പറയുന്ന രാത്രി പത്രോസിൻ്റെ മുമ്പിൽ കിടക്കുകയാണ്, വേറൊരു രാത്രി. ഇപ്പോൾ ഇതാ അനദർ ഫെയിലിയർ ഓൺ ദ ഷോർ ഓഫ് തിബെരിയസ്. നഷ്ടക്കണക്കുകളുടെ രാത്രി. മീൻപിടുത്തത്തിൽ പ്രൊഫഷണലാണ്. എവിടെ വലയിറക്കിയാൽ ഏത് തരത്തിലുള്ള മീൻ കിട്ടുമെന്ന് ദേ ആർ വെരി മച്ച് അവെയർ അബൌട്ട് ദാറ്റ്. വാട്ട് എ കൈൻഡ് ഓഫ് ഫിഷ് വി ക്യാൻ ക്യാച്ച് ഫ്രം ദി സീ. ദേ ആർ വെരി മച്ച് അവെയർ. നൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഫേവറബിൾ ടൈം, നോട്ട് ആൻ അൺഫേവറബിൾ കണ്ടീഷൻ. നമുക്കറിയാം, ഞങ്ങൾ ഈ കുട്ടനാട്ടുകാരൊക്കെ ഞങ്ങൾ രാത്രിയിലൊക്കെ ഈ പാടത്ത് വലയിടുമ്പോൾ കുറച്ചുകൂടി മീൻ കിട്ടാൻ എളുപ്പമാണ്. കാരണം ഈ സമുദ്രത്തിലും അതുപോലെയാണ്. ഈ വെയിലൊക്കെ ഒത്തിരി വന്നു കഴിഞ്ഞ് അടിച്ചു കഴിയുമ്പോൾ ആ ചൂടുള്ളപ്പോൾ മീനിൻ്റെ കൂട്ടം മുകളിലേക്ക് വരികയാണ്. എന്നാൽ രാത്രി സമയം എന്ന് പറയുമ്പോൾ മീൻകൂട്ടം എല്ലാം മുകളിൽ വരുന്ന ഒരു സമയമാണ്. അവിടെ വെള്ളത്തിനധികം ചൂടില്ലാത്തത് കൊണ്ട് പിടിക്കാൻ എളുപ്പമാണ്. സോ ടൈം വാസ് ഫേവറബിൾ. സമയം അനുകൂലമായിരുന്നു. ആൻഡ് ദേ ആർ പ്രൊഫഷണലാണ്, എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ്. പക്ഷേ ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു കട്ടൂപ്പയെ പോലും പിടിച്ച്, ഒരു പൂഞ്ഞാനെ പോലും അവർക്ക് കിട്ടിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്നത് ദൈവമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. കരയിൽ നിൽക്കുന്ന യേശുവിന് കടലിലുള്ള മീനെ കാണാനായിട്ട് സാധിക്കും. കാല് കഴുകാതെ വന്ന ശിഷ്യന്മാരുടെ കാലിൻ്റെ അഴുക്കുകൾ അവർക്ക് കാണാൻ സാധിക്കത്തില്ല. മെയിൻ സീറ്റിലിരിക്കുന്ന കർത്താവിന് കാണാനായിട്ട് സാധിക്കും. ഡിട്രോയിറ്റ് മാർത്തോമ പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ ഹീ ക്യാൻ സീ അവർ ഹാർട്ട് ആൻഡ് ഇറ്റ്സ് പ്യൂരിറ്റി. ഹീ ക്യാൻ സീ ദ ഡ്രോബാക്സ് ഇൻ അവർ ലൈഫ്. ഹീ ക്യാൻ സീ the vulnerable situations which we are going through. He is very much aware about our lack of confidence. He is very much aware about our fall. He is very much aware about our withdrawal symptoms. നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നോക്കവും കുറവുകളും ബുദ്ധിമുട്ടുകളും സാധ്യതകളും പോരായ്മകളും എല്ലാം കർത്താവിന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അവർക്കുള്ള അനുഗ്രഹങ്ങൾ സാറ്റ് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ എല്ലാം റെഡി ആണെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ രാത്രിയിലും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒന്ന് ചോദിക്കണം, ഒരുമിച്ചിരുന്നൊന്ന് ചോദിക്കണം. ഞാൻ യങ് കപ്പിൾ ഫെലോഷിപ്പിന് പറഞ്ഞു, യു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് സിറ്റ് ടുഗദർ ആൻഡ് ഹോൾഡ് ദെയർ ഹാൻഡ്സ് ഫേംലി ആൻഡ് ആസ്ക് ലോർഡ് ദാറ്റ് വൈ ലോർഡ് ദിസ് ഹാപ്പൻഡ് and what would you like to talk to me. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിൽ കൂടെ നീ എന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ ഫെയിലിയർ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ പരാജയം എന്താണ്? ഇന്നത്തെ പകൽക്കാലം നീ ഈ അനുഭവം എനിക്ക് തന്നത് എന്താണ്? ഓരോ ദിവസവും ദൈവത്തിനോട് ചോദിക്കണം, വൈ ലോർഡ്? ശാന്തമായിട്ട് ചോദിക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവരുടെ പരാജയത്തിൽ ദൈവം അവരെ തള്ളിക്കളയുകയല്ല. എടാ, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറഞ്ഞല്ലോ എന്ന് കരുതി അവനെ ഉപേക്ഷിക്കുകയല്ല. എടാ, നിന്നോട് രാത്രിയിൽ ഉണർന്നിരിക്കാൻ പറഞ്ഞിട്ടും നീ വാക്ക് പാലിക്കാത്തവനാണല്ലോ എന്ന് തള്ളിക്കളഞ്ഞില്ല. നീ വീരവാദം മുഴക്കിയിട്ടും നീ ഏതോ സ്ത്രീ ചോദിച്ചപ്പോൾ അവരുടെ മുമ്പിൽ കാൽമുട്ട് വിറച്ചു പോയ ഭീരുവാണല്ലോ എന്നോർത്ത് തള്ളിക്കളഞ്ഞില്ല. മറിച്ച് ആ പരാജിതരെ തേടി വരുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പരാജിതരെ തേടി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹി ലവ്സ് ദ പീപ്പിൾ
those who experience different failures in their life. അവരെ സ്നേഹിക്കുന്നവനാണ് ദൈവം. ഹി ലവ് സിന്നേഴ്സ്. പാപികളെ സ്നേഹിക്കുന്നവനാണ് ദൈവം. അവരെ തേടി വരുന്നവനാണ് ദൈവം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ്. ആരെങ്കിലും ഒരാൾ വീണ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തെറ്റിപ്പോകുമ്പോൾ അവനെ കരുണയോടെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും അകന്നു പോകുമ്പോൾ അവനെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ ഉത്തരവാദിത്വമാണ്. വി ഷുഡ് കൺസേൺ അതർ പീപ്പിൾ ടു. വി ഷുഡ് കൺസേൺ ആൻഡ് ഗീവ് പ്രയോറിറ്റി ടു others' needs too. That's our prime responsibility. Here Jesus Christ came to restore the failure, the vulnerable people. അവരെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനായിട്ട് കർത്താവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ, അത് കർത്താവിൻ്റെ മനോഭാവമാണ്. ഞാൻ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ എന്നെ തള്ളിക്കളയുന്നവനല്ല ദൈവം. ഞാൻ പിന്മാറിപ്പോയെന്ന് തോന്നുമ്പോൾ എന്നെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ദൈവം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ദൈവം. ആര് തള്ളിക്കളഞ്ഞാലും ചേർത്ത് നിർത്തുന്നവനാണ് ദൈവമെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരാജിതരോടുള്ള കർത്താവിൻ്റെ മനോഭാവം. അവർക്ക് എന്തായിരുന്നു ആവശ്യം? ദേ നീഡ് ഫിഷ്. ജീസസ് ക്രൈസ്റ്റ് ഗേവ് എ ബിഗ് ക്യാച്ച് ടു ദം. പിന്നെന്തായിരുന്നു അവർക്ക് ആഗ്രഹം? രാത്രി മുഴുവൻ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആഗ്രഹം ഫുഡാണ്. കർത്താവ് എന്ത് ചെയ്തു? ഒരു അമ്മ മക്കൾക്ക് വേണ്ടി ആഹാരം ഒരുക്കി കാത്തിരിക്കുന്നത് പോലെ തിബരിയാസിൻ്റെ തീരത്ത് അടുപ്പുകല്ല് കൂട്ടി കർത്താവ് അവർക്ക് വേണ്ടി ആഹാരം പ്രിപ്പയർ ചെയ്ത് അവിടെ കാത്തിരിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് പ്രിപ്പയർഡ് ഫുഡ് ഫോർ ഡിസൈപ്പിൾസ് ആൻഡ് ഹി വാസ് അവൈറ്റിംഗ് ഫോർ ഹിം ഓൺ ദ ഷോർ ഓഫ് തിബരിയസ് ആസ് ലൈക്ക് എ മദർ. അവർക്ക് വേണ്ടത് വലിയൊരു ക്യാച്ചായിരുന്നു, അത് ദൈവം കൊടുത്തു. അവർക്ക് വേണ്ടത് പിന്നെ ആഹാരമാണ്, അവർക്കത് കൊടുത്തു. ഇനി അവർക്ക് വേണ്ടത് റെസ്റ്റോറേഷനാണ്. അവരെ അതിലേക്ക് കർത്താവ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവൻ അവരെ തിരിച്ചറിയുന്നതായും അവർക്ക് ജീവിതത്തിൽ ആ പരാജയങ്ങൾ അവരോട് ക്ഷമിക്കുന്നതായും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തളർന്നു പോകരുത്. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ, കഴുകനെ പോലെ നമ്മുടെ ജീവിതത്തെ പുതുക്കി ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കണം. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ പരാജിതരെ സത്യത്തിൽ അവരുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ അവരെ കൈയൊഴിഞ്ഞ് കളയേണ്ടതാണ്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തി, എത്ര പ്രാവശ്യം നിങ്ങളെ ഞാൻ ശക്തീകരിച്ചു, എത്ര പ്രാവശ്യം എൻ്റെ കൂടെ നടന്നെല്ലാം കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്, പിന്നെയും നിങ്ങൾ വീണുപോയല്ലോ എന്ന കർത്താവ് അവരെ തള്ളിക്കളയുകയല്ല, മറിച്ച് അവരെ ചേർത്ത് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ, റെസ്റ്റോറേഷൻ. അപ്പോൾ ഫെയിലിയർ, പരാജയം സംഭവിച്ച ശിഷ്യർ രണ്ടാമതായിട്ട് അവരെ പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വി ക്യാൻ സീ എ റെസ്റ്റോറേഷൻ ദെയർ. ഒരു പുനഃസ്ഥാപനം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. Early in the morning Jesus stood on the shore, but the disciples did not realize that it was Jesus. They were not far from shore. English translationil about 100 meters. മലയാളം ട്രാൻസ്ലേഷനിൽ 200 മുഴം. എത്ര അകലത്തിലായിരുന്നു? തീരത്ത് നിന്ന് 200 മുഴമാണ് അവരകലത്തിലായിരുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നു, അത് കണക്ക് കൂട്ടി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് 100 മീറ്റർ. 100 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ കർത്താവിനെ കണ്ടാൽ അറിയാതെ പോകുമോ? അപ്പോൾ അകലമല്ലായിരുന്നു അവരുടെ പ്രശ്നം. മനസ്സിലായോ? അത്ര അകലത്തൊന്നും അല്ലായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുമ്പോഴും അകന്നിരിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോഴും മനസ്സ് അകലമാണെങ്കിൽ ഒരുപക്ഷേ അടുക്കാനായിട്ട് സാധ്യമല്ല. ഒരുപക്ഷേ കൂട്ടുവിശ്വാസിയാണെങ്കിൽ പോലും മനസ്സ് അകന്നു പോയാൽ ഒരുപക്ഷേ അടുക്കാനായിട്ട് സാധ്യമല്ല. ഇവിടെ കർത്താവിൽ നിന്നും അവരുടെ മനസ്സ് ഏറെ ദൂരെയായിപ്പോയി. സോ they did not understand Jesus Christ. While he was awaiting for them on the shore of Tiberias, they totally failed to realize the presence of
Jesus Christ. In the midst of our busy schedule and various transactions, we are oftenly neglecting Jesus Christ. Why? Because we are giving priority to other things. മറ്റുള്ളതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ഈ കർത്താവിനെ തിരിച്ചറിയാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ വി ആർ കോൺഷ്യസ്ലി അവോയ്ഡിങ്. കാരണം വേറെ പലതിനും പ്രാധാന്യം കൊടുക്കാൻ നമുക്കുണ്ടല്ലോ. പിന്നെ എന്തിനാണ് കുടുംബ പ്രാർത്ഥന? മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെന്തിനാണ് ഈ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോൾ പലതിനും പ്രാധാന്യം കൊടുക്കാനും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ സെൻട്രൽ പോയിൻറ്റിൽ മറ്റു പലതിനെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ കർത്താവിന് സിംഹാസനമിട്ട് അവിടെ അവനെ രാജാതിരാജാവായിട്ട് വാഴിക്കാൻ കഴിയും? If you are giving priority to worldly pleasures and worldly matters, how can you give an important place to Jesus Christ in your heart as well as in your life? Sometimes this kind of attitude, we are totally neglecting and avoiding the presence of Jesus Christ from our feeble life. പക്ഷേ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യവും നമ്മൾ അറിയാതെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇവിടെ അടുത്താണ് കർത്താവെങ്കിൽ പോലും അവനുമായി മാനസികമായിട്ട് അകന്നതുകൊണ്ട് അവനെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ പിന്നെ 7ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, The disciples whom Jesus loved said to Peter, It is Lord. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ പറയുന്നു, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് കർത്താവാകുന്നു എന്ന് അറിഞ്ഞത്? അവർക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവർക്ക് അവരുടെ പരാജയത്തിൽ അവരെ സഹായിച്ചപ്പോൾ, when Jesus Christ helped them in their failure, they realized that this is Jesus Christ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് അവർ കർത്താവിനെ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ബോർഡ് എഴുതിക്കൊണ്ട് ഈ ലോകത്തിൽ നടക്കേണ്ട ഒന്നായിട്ട് ചിലപ്പോൾ നമുക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെ അറിയേണ്ടത്? If I am a Christian, the people should know while seeing my transactions, my words, my deeds. Through my words and deeds, they should realize the presence of Jesus Christ in my life. ഞാനൊരു ന്യൂസ് പേപ്പർ ആയിരിക്കണം. മറ്റുള്ളവരെന്നെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കണം. യേശുവിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവരറിഞ്ഞു ഇത് കർത്താവാണ്. കാരണം ഇത്രമാത്രം അകന്നു പോയാൽ തേടി വരുന്നത് ദൈവം മാത്രമാണ്, ഞങ്ങളുടെ കർത്താവ് മാത്രമാണ്. ഒരുപക്ഷെ വേറെ ആരും ഞങ്ങളെ തേടി വരുത്തില്ല. ഈ തിബരിയാസിൻ്റെ തീരത്ത് നഷ്ടക്കണക്കുകളുടെ ഈ രാത്രിയിൽ വേദനയാൽ ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ, പ്രൊഫഷണലായിരുന്നിട്ട് പോലും കാലി വള്ളവുമായി ഞങ്ങൾ തിരിഞ്ഞ് ഈ തീരത്തേക്ക് വരുമ്പോൾ, രാത്രി മുഴുവൻ അധ്വാനിച്ച് വിശപ്പിൻ്റെ വിളിയുമായിട്ട് ഞങ്ങൾ തീരത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളെ ചേർത്ത് നിർത്താൻ ഞങ്ങളെ വിളിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തമൊഴുക്കിയ കർത്താവല്ലാതെ ആരും ഞങ്ങളെ തേടി വരാനില്ല എന്ന് കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അവർ തിരിച്ചറിഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പേരൻസ്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ മക്കൾ ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ കൂട്ടുപ്രവർത്തകർ ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ ആകത്തുകയെടുത്ത് കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്നും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തെ വിളിച്ചു കാട്ടുന്നവരാണ്, വരച്ചു കാട്ടുന്നവരാണ് എന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. സോ ആക്ട് ആസ് എ ന്യൂസ് പേപ്പർ ആൻഡ് ടു റിഫ്ലക്റ്റ് ഹിസ് ലവ് ടു യുവർ സറൗണ്ടിങ്സ്. വൈൽ യുവർ ചിൽഡ്രൻ ആർ റീഡിങ് യു, ലെറ്റ് ദം എക്സ്പീരിയൻസ് ദ ഡിവൈൻ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് through your life, through your words and through your actions. Praise the Lord. Hallelujah. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ അത് കർത്താവാണെന്ന് തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Recognition leads to restoration. Repeat after me. Recognition leads to restoration. തിരിച്ചറിവാണ് പുനഃസ്ഥാപനത്തിലേക്ക് നയിക്കുന്നത്. വെറുതെ പാസീവായിട്ടിരുന്ന് ദൈവവചനത്തെ കണ്ട് മടങ്ങിപ്പോയാൽ നോ റെസ്റ്റോറേഷൻ. എഗെയിൻ ശങ്കരൻ ഓൺ ദി കോക്കനട്ട് ട്രീ, പിന്നെയും ശങ്കരൻ തെങ്ങേൽ, പിന്നെയും പഴയ പല്ലവി പാടിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ വെൻ വി റിയലൈസ്, വെൻ വി റെക്കഗ്നൈസ്, വി ക്യാൻ റെസ്റ്റോർ. സോ റെക്കഗ്നിഷൻ ലീഡ്സ് ടു റെസ്റ്റോറേഷൻ. അതുകൊണ്ട്
ശാന്തമായിട്ട് ചിന്തിക്കണം. എനിക്കൊരു പുനഃസ്ഥാപനം ആവശ്യമാണ്. ഞാൻ എൻ്റെ കർത്താവിനെ തിരിച്ചറിയണം, അവനെ സ്വീകരിക്കണം. എനിക്കങ്ങനെ ഒരു പുതുക്കവും ഒരു വീണ്ടെടുപ്പും സാധ്യമാകും എന്ന് ദൈവസന്നിധിയിൽ ഉറച്ചു വിശ്വസിക്കുകയും അപ്രകാരം തീരുമാനിക്കാനായിട്ട് നമുക്കിടയാകുകയും ചെയ്യണം. വലിയ കവിയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ തൻ്റെ കവിതയിൽ മനുഷ്യജീവിതം വെറും ശൂന്യമാണെന്നൊക്കെ പറഞ്ഞ് പാടിയിട്ടുണ്ട്. ആ വരി ഇങ്ങനെയാണ്: എന്താണ് ഈ ജീവിതം, അവ്യക്തമായൊരു സുന്ദരമായ വളക്കിലുക്കം, സംഗീത തുന്തിലം നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം പരമശൂന്യം. അദ്ദേഹം പറയുക ശൂന്യമാണ് ജീവിതം. പക്ഷേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ജീവിതം ശൂന്യമല്ല പ്രിയപ്പെട്ടവർ. അദ്ദേഹം പാടുന്നു, എന്താണ് ഈ ജീവിതം, അവ്യക്തമായ ഒരു സുന്ദരമായ വളക്കിലുക്കം, സംഗീത തുന്തിലം നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം പരമശൂന്യം. പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇത് ശൂന്യമല്ല, ഇത് നിത്യതയോളം നീളുന്ന കൃപയുടെ വലിയ പെയ്ത്താണ്. ഇത് കഴിഞ്ഞാലും ഒരു നിത്യത ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ അനുഭവമാണ് നമ്മുടെ ജീവിതം. അതാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം. ചങ്ങമ്പുഴ പാടിയതുപോലെ ജീവിതം ഒരു പാടല്ല, ജീവിതം ശൂന്യമല്ല, നൈമിഷികമായിട്ടുള്ള വളക്കിലുക്കമല്ല, നൈമിഷികമായിട്ടുള്ള ആനന്ദമല്ല, നൈമിഷികമായിട്ടുള്ള ചില പെട്ടെന്നുള്ള ഒരു അനുഭവമല്ല, പൊട്ടിപ്പോകുന്ന കുമ്പള പോലെ മാഞ്ഞു പോകുന്ന ഒരു അനുഭവമല്ല ജീവിതം. മറിച്ച് ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് അപ് ടു ദി ഇറ്റേണിറ്റി. ഇറ്റ് വിൽ ബി ഫുൾഫിൽഡ്, or the culmination will be happened in the arrival of our Lord Jesus Christ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുകൂടെ പൂർത്തിയാക്കപ്പെടുന്ന ഒരു ജീവിതാനുഭവമാണ് നമ്മുടെ ജീവിതം. അതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ പരാജയങ്ങളുടെ നടുവിൽ അനുദിനം നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആര് കഴുകും? നമ്മളെ ആര് ശുദ്ധീകരിക്കും? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? വൈ ഐ ആം ഹിയർ? Why I am here? Why the God Almighty loves me and care me and fill my life with a lot of talents and possibilities? Why God enabled me to live in this world while experiencing various experiences? What is the purpose of my life? Why I am here? When you are spending your time in your family, you should ask to Lord Almighty, Lord, you should ask to yourself, why I am here? എന്തുകൊണ്ടാണ് എൻ്റെ ദൈവമേ ഈ ദിവസം ഞാൻ? എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലിയിൽ? എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ? എന്തുകൊണ്ടാണ് ഈ മക്കൾ? എന്തുകൊണ്ടാണ് ഈ പങ്കാളി? എന്തുകൊണ്ടാണ് ഈ ജീവിത സാഹചര്യം? വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് മൈ ലൈഫ്? വാട്ട് ഈസ് ദ ഗോൾ ഓഫ് മൈ ലൈഫ്? ഈ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുമ്പോൾ പരാജയങ്ങൾ വരാം, ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം. എന്നാൽ അവിടെ നിന്ന് നമ്മളെ പുനഃസ്ഥാപിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ പ്രസംഗത്തെ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കട്ടെ. ഇതൊരു നൈമിഷികമായിട്ടുള്ള കാര്യമല്ല, നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ഒരനുഭവമാണ്. അവിടെ പുതുക്കം ആവശ്യമാണ്. ഇവിടെ റെസ്റ്റോറേഷൻ സംഭവിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഈ ശിഷ്യന്മാർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായിട്ട് മാറി, അല്ലേ? അവർ പീഡനം സഹിക്കാൻ തയ്യാറായി. അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടാലും സുവിശേഷം പ്രഘോഷിക്കാൻ അവർ തയ്യാറായി. ഒരനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ നടുവിലും ദൈവമേ എന്നെ നീ പുനഃസ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നമ്മൾ വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഇപ്പോൾ മിസ്സസ് ഗ്രേസി വർഗീസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.